സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാൻസ്. നമ്മൾ വീണ്ടും വന്നേക്കാണ് നമ്മുടെ സ്വന്തം ഫ്രീ ഫയർ ആയിട്ട്. സോ ഇത് ഞാൻ നമ്മുടെ ഫ്രീ ഫയറിൽ റാമ്പേജ് യുണൈറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. സോ ഞാൻ ഇതിലൊരു ഷോർട്ട് ഇട്ടായിരുന്നു. സോ ഞാൻ ആ ഷോർട്ടിൽ ഞാൻ ബീഡിച്ചായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഞാൻ ഡിഫീറ്റ് ആവുന്നതിന് ഞാൻ അന്ന് ആ ഷോർട്ട് ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. സോ ഏതായാലും നമുക്ക് നേരെ വീഡിയോ കിടക്കാം. ഇപ്പോൾ വാമപ്പാണ്. സോ ഞാൻ വാമപ്പ് കൗണ്ടിലൊന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇത് ഞാനിപ്പം ഒന്ന് അനങ്ങാതെ നിൽക്കുവാണ്. പക്ഷേ ഇത് കണ്ടില്ലേ, 0-0 പോയിൻ്റാണ്. പക്ഷേ എല്ലാവരും പോയിൻ്റ് വന്ന് ചിലപ്പോൾ ഞങ്ങൾ തോക്കാൻ ചാൻസുണ്ട്. കാരണം എപ്പോഴും ഞാൻ ഈ റാമ്പേജ് യുണൈറ്റഡ് കളിക്കുമ്പോൾ എൻ്റെ കൂടെ ചെറിയ ചെറിയ ഹാക്കേഴ്സാണ് വരുന്നത്. ഒരു ഹാക്കറിൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് വരുന്ന ചെറിയ ചെറിയ ഹാക്കറൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ വലിയ കാര്യമാക്കാറില്ല. പക്ഷേ കഴിഞ്ഞ വട്ടം ഒരു ഹാക്കർ വന്നു. ആ ഹാക്കർ ഞങ്ങളെ 48,000 അവർ കളിയിച്ച്. ഒരു കില്ല് പോലും എടുക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾ ഇച്ചിരി കില്ലൊക്കെ എടുത്തോളൂ. ഞാനിപ്പോൾ എടുത്തിരുന്ന AWM പിന്നെ G36 ആണ്. എനിക്ക് എപ്പോഴും അതിൻ്റെ പേര് മാറിപ്പോവും. G36 ആണ്. സോ ഗൈസ്, അവനെയൊക്കെ കൊന്ന് ഇവന്മാർ പ്രോ പ്ലെയറാണല്ലോ ഗൈസ്. ഞങ്ങൾക്ക് 12, അവന്മാർക്ക് 30 എന്ന് ഞാൻ പറയത്തില്ല. സോ ഈ സൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് പലർക്കും ഇഷ്ടപ്പെടത്തില്ല. എനിക്കും ഇഷ്ടപ്പെടില്ല. സോറി ഗൈസ്, ഞാൻ എന്നിട്ട് ഇങ്ങനത്തെ സൗണ്ട് ഉണ്ടാക്കില്ല എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, ഞാനിപ്പോൾ G36 ആണ് എടുത്തേക്കണേ. പോടാ ഹെഡ് ഷോട്ട് വന്നടാ, പോടാ. ഈ കളിയൊക്കെ എന്നെ ഇങ്ങനെ ഗൈസ്. പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോക്ക് ലൈക്ക് തരാം. പിന്നെ ചാനലും കൂടെ കയറി സബ് ചെയ്തോ കേട്ടോ. എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലും കയറി സബ് ചെയ്തോ. പിന്നെ വീഡിയോക്ക് ലൈക്കും കൂടെ തരാം. ഓക്കെ, എന്തേ അവിടെ അറ്റാക്ക് എന്നൊക്കെ പറയണേ. എന്തോ ഒരുത്തൻ. 150 പറ്റില്ല. പക്ഷേ എടാ, ഇത് എവിടെ നിന്നാടാ എനിക്കിട്ട് ഹെഡ് ഷോട്ട് ഇടുന്നേ? ഞാൻ മര്യാദയ്ക്ക് കളിക്കുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളവർ എന്നെക്കാളും പ്രോയാ. എടാ, എൻ്റെ ടീംമേറ്റ്സ് തന്നെ എന്നെ കൊല്ലുന്ന പോലെയാണല്ലോടാ എനിക്ക് തോന്നുന്നത്. ഈ AWM ഇത്ര അപ്ഗ്രേഡ്സ് ഉള്ളൂ. AWM ഫുൾ അപ്ഗ്രേഡ് അല്ല എടാ. അപ്പം 3 വെടി വെക്കേണ്ടി വരും. AWM ഒട്ടും അപ്ഗ്രേഡ് അല്ലെങ്കിൽ 4 വെടി. ഫുൾ അപ്ഗ്രേഡ് ആണെങ്കിൽ 2 വെടി. എടാ ഇത് എനിമിയായിരുന്നോ? എടാ പോടാ, ഇത് എനിമിയായിരുന്നു. ഞാൻ വിചാരിച്ചത് നമ്മുടെ ടീംമേറ്റ് ആണെന്ന്. കാണാ ഓസ്കാറിൻ്റെ പവർ എടുത്തതിന് ഇതാ ഉപകാരം. പക്ഷെ ഞാൻ ചാവും. എടാ, ഓസ്കാറിൻ്റെ പവർ എടുത്തതിന് ഒന്നും പറ്റൂലടാ. ഗേജ് XMP എടുത്തിട്ട് എന്നാ ചെയ്യാനാണോ? അവൻ XMP വെച്ചല്ല ഔട്ടാക്കിയതാണ്. ഞാൻ XMP എടുക്കാം. ഓക്കെ ആണെങ്കിലേ എടാ ദേ വരും. നമുക്ക് മേളിലേക്ക് കയറിപ്പോയി അടിക്കാം. ഫ്ലൂ ആൾട്ട് ഞാൻ ന്യൂബാണെന്ന് അവൻ കരുതും. പക്ഷേ ഇപ്പോൾ അവനെ അടിച്ചങ്ങോട്ട് കൊല്ലുമ്പോഴാണ് മനസ്സിലാവും ഞാനാണോ ഇവനെക്കാട്ടിലും പ്രോ പ്ലെയർന്ന്. അല്ല, പിന്നെ ദേ വരുത്തും. ഹെഡ് കൊടുക്കാം. എന്നാ പിടിച്ചോ. 624 കൊടുത്തു ഹെഡ്. എടാ ഗ്ലൂ ആൾട്ട്. ഇവനൊക്കെ എവിടെ നിന്നാണ് അടിക്കണേ? അതാണ് പറയാൻ പറ്റാത്തത്. ഗൈസ്, ഇവന്മാരെ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നൊക്കെ അടിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അത്ര ഇജ്ജാതി അടിയാണ് ഇവന്മാർ. ഇത് കണ്ടില്ലേ, ഇപ്പം എന്നെ കൊന്നു കണ്ടില്ലേ? എത്ര എളുപ്പമായിട്ടാണ് അവന്മാർ ഇപ്പം എന്നെ കൊന്നേ. സോ ഓക്കെ, ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. AWM 2 അപ്ഗ്രേഡേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഫുൾ അപ്ഗ്രേഡ് ആയിട്ടില്ല. ഇത് 2ആണോ 1ആണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, എടാ ഇവൻ ഭയങ്കര ഹൈറ്റ് ചാടുന്നുണ്ടല്ലോ. ഇവനെങ്ങനെ ഇത്ര ഹൈറ്റ് ചാടുന്നത്? ഇവന് ഏത് ക്യാരക്ടറിൻ്റെ പവറാ? ഇവൻ ഏത് ക്യാരക്ടറിൻ്റെ പവറാണോ എന്തോ. എനിക്ക് ഈ ക്യാരക്ടറിൻ്റെ പവറാണോ? ഹൈറ്റ് ചാടിയിട്ട് വെടിയണം. അതൊക്കെയാണ് മാസ്. അത് ഞാൻ MP14 പിന്നെ മറ്റേ AWM ആണ് എടുത്തേക്കണേ. എടാ, ഈ ഓറിയോണിൻ്റെ പവർ എടുക്കണമെന്ന് ഞാൻ എപ്പോഴും കരുതും. പക്ഷെ പറ്റൂല, ഞാൻ മറന്നു. ആണ് എൻ്റെ പ്രശ്നം. ഞാനിപ്പോഴും മറന്നുപോയി ഇത് AWM എടുക്കുമ്പോൾ. ഈ ക്യാരക്ടേഴ്സിനെ മാറുമ്പോൾ അവരുടെ പവർ മാറ്റാൻ ഞാൻ മറക്കും ഗൈസ്. അതാണ് എൻ്റെ കുഴപ്പം. എടാ, ഇത് എവിടെ നിന്നാണ് എനിക്ക് വെടി വെച്ചേ? അവിടെ നിന്ന് അയ്യോടാ ഹെഡ് ഷോട്ട് അടിച്ചോടാ. എടാ, അവന്മാർക്ക് 647, 659, നമുക്ക് 125. 671 അവന്മാർക്ക്. എടാ ഇത് എവിടെ നിന്നാണ് അടിക്കണം? ഇവനൊക്കെ എന്നെ എങ്ങനെയാണ് ഇവന്മാരെല്ലാവരും കൊല്ലുന്നേ? ഞാൻ എത്ര കില്ലായോ എന്തോ. AWM ഗൈസ്, AWM ഒട്ടും അപ്ഗ്രേഡഡ് അല്ല. എനിക്ക് ഹെഡ് കൊടുക്കാം. ഹെഡ് 284 ഹെഡ്. എടാ പോടാ.
എടാ പോടാ, ഇത് എവിടുന്നാ വരണേ? മാറി നിൽക്ക്. ചുമ്മാ മെഡിക്കറ്റ് അടിക്കുമ്പോൾ ചുമ്മാ നമ്മളെ അടിക്കാനായിട്ട് വരുക. റാമ്പേജ് യുണൈറ്റഡ് ആയതുകൊണ്ട് പിന്നെ ഇത് എവിടെ നിന്നാണ് ഇവന്മാരി അടിക്കണത് തന്നെ? എടാ ഞാൻ ഓടിക്കൊണ്ടാടാ അത് വെപ്പൺസ് എടുക്കുന്നത്. പെട്ടെന്ന് എടുക്ക്. ഇത് മാറ്റി. എടാ പോടറക്ക, നീയൊക്കെ എന്തെൻ്റെ മുമ്പിൽ ഒരു എടാ ഇതെവിടുന്ന് വന്നേ? എടാ ഇതെന്നാ എല്ലാവരും എനിക്കിട്ട് ഹെഡ് വരുന്നേ? ഇവരെല്ലാവരും ഹാക്കേഴ്സാണോ ഗൈസ്? എനിക്കൊന്ന് മറ്റേ ഗൈസ് എനിക്ക് മാറിയത് അങ്ങ് ഹൈറ്റ് ചാടിയില്ലേ, അവ ഹാക്കറാണ് ഗൈസ്. അത്ര ഹൈറ്റ് ചാടുന്ന പവർ ഒരു ക്യാരക്ടറിനും ഇല്ല. അവ ഹാക്കറാണ്. അതാണ് എനിക്ക് എപ്പോഴും ഹെഡ് വരുന്നവൻ ഗൈസ്. കൊള്ളാലോ, അവ ഹാക്കറാണ്. അതാണ് അവൻ എനിക്ക് എപ്പോഴും ഹെഡ് വരുന്നത്. വെറുതെ അല്ല, അവൻ എനിക്ക് എപ്പോഴും ഹെഡ് വരുന്നുണ്ട്. ഞാൻ വിചാരിക്കും ഇവനെങ്ങനെ തന്നെ ഹെഡ് അടിക്കുന്നത്. ഇവ ഹാക്കറായിരുന്നു ഗൈസ്. എടാ ഈ ഹാക്കേഴ്സൊക്കെ എങ്ങനെയാണോ ഗൈസ്? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞതെന്നാണ്. ഇത് ശരിയാണോ അല്ലയെന്ന് എനിക്കറിയില്ല. ഈ ഹാക്കറിനെ ലെജൻഡിനെ അടിച്ചിടാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വല്ലതും അറിയാമെങ്കിൽ എൻ്റെ ഷോർട്ട് വീഡിയോസിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നോക്കി കണ്ടേ ഹാക്കറുണ്ടോ? ഹാക്കറിൻ്റെ ഇത്ര ഹൈറ്റ് ചാടുന്നുണ്ടോ ഗൈസ്? പിന്നെ എനിക്കൊരു ഹാക്കറാവാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ അക്കൗണ്ട് അടിച്ചു പോകും ഗൈസ് എങ്ങനെയായാലും. അതാണ് എനിക്ക് പേടി. നമുക്ക് ഫ്രീ ആയിട്ട് ഹാക്കറാവാൻ പറ്റുമായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അക്കൗണ്ട് അടിച്ചു പോകും ഗൈസ്, അതാണ് എനിക്ക് പേടി. എൻ്റെ അക്കൗണ്ട് അടിച്ചു പോകും. എടാ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഗൈസ്. പിന്നെ എൻ്റെ മറ്റേ ഈ ഗണ്ണിൻ്റെ സ്കിന്നുണ്ടോ? ഞാൻ ഇപ്പം എടുത്ത് വെച്ചിരുന്ന ഗണ്ണ് കണ്ട, അതിന് സ്കിന്നുണ്ടോ? എടാ കണ്ടോ, അവൻ ചാടുന്നുണ്ടോ? ഹാക്കറ ഹെഡ് ഷോട്ട്. 613. അവനൊരു 150 കൊടുക്കാം, അല്ല 130. 150. എടാ കണ്ടോ ഹാക്കർ ഗൈസ്. ഇവ ഹാക്കറാണ് ഉറപ്പായിട്ടും. എനിക്കറിയാം ഉറപ്പാണ് ഇവ ഹാക്കറാണ്. AWM ഗ്രോസ നമുക്ക് വേണ്ട, നമുക്കിത് മതി ഗൈസ്. അവൻ ഉറപ്പായിട്ട്, ഞാൻ പറയണം, അവൻ ഉറപ്പായിട്ട് ഹാക്കറാണ്. ഞാൻ കേട്ടാ 150 കണ്ട കറക്റ്റ് ഹൈറ്റ് ചാടുന്നുണ്ടോ? പോടാ. അവനെ കൊന്ന് കണ്ടോ? എടാ 950, 956, 962. എടാ അവന്മാരുടെ പോയിന്റ് കൂടുന്നുണ്ടോ? നമ്മളെ പെട്ടെന്ന് കില്ലടിക്കാണ് ഗൈസ്. എനിക്ക് മൂക്കടപ്പാണ് കേട്ടോ, സംസാരിക്കുന്ന മൂക്കി വെച്ചായിരിക്കും. അത് നിങ്ങൾ ക്ഷമിച്ചു തന്നാൽ മതി, വേറൊരു കുഴപ്പമില്ല ഗൈസ്. അവന്മാർക്ക് 1000, അവന്മാർ ഞങ്ങൾ ഡിഫീറ്റായി, അവന്മാർ ജയിച്ച്. കണ്ടോ ഗൈസ്, ഇതാണ് പ്രശ്നം. കളിച്ചാൽ പിന്നെ അവന്മാരെ കൊണ്ട് കൊണ്ടുപോകും. ഞാൻ 54 ഇല്ല ഞാൻ. എടാ ഒരു 112 ഇല്ലേ എൻ്റെ മോനെ. എടാ ഞാൻ ഒന്നുകൂടെ കളിക്കാൻ പോണേ റാമ്പേജ് യുണൈറ്റഡ്. സോ പിന്നെ ഞാൻ റാമ്പേജ് യുണൈറ്റഡ് കളിക്കുമ്പോൾ തോക്കോ ജയിക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഈ കളി ഞാൻ ചിലപ്പോൾ ജയിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എനിക്കറിയില്ല ഞാൻ ജയിക്കുമോ ഇല്ലയെന്നൊന്നും. സോ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതെന്ന് ഞാൻ പറയില്ല. ഞാൻ വീണ്ടും കളി തുടങ്ങും. എടാ ഇവർ 3 പേരോ 2 പേരോ വല്ലതും ഉണ്ടായാൽ മതിയായിരുന്നു. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കളി ജയിക്കാമല്ലോ. എടാ ഞാൻ മറ്റേ സ്നൈപ്പർ മാത്രമേ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഇതൊക്കെ മതിയുടെ. ഞാനിപ്പോൾ കളിയിൽ തോക്കും, അതെനിക്ക് ഉറപ്പായതുകൊണ്ട് എനിക്ക് സ്നൈപ്പർ മാത്രം മതി. എനിക്ക് ഉറപ്പാണ് ഞാൻ ഈ കളി തോക്കുന്നത്. ഓക്കെ, ആരെങ്കിലും ഇവിടെ മേളിൽ നിൽപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ഹെഡ് റാപ്പർ ചെയ്യായിരുന്നു, ഒരു ഹെഡ് ഷോട്ട് അടിക്കായിരുന്നു ഗൈസ്. ഞാനിപ്പം മേളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഞാൻ കില്ലെടുക്കാമെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കൂല. എടാ ഗൈസ് ഇത് മറ്റേവിടല്ലേ, മറ്റേ കഴിഞ്ഞിട്ട് നമ്മളിവിടെ കളിച്ച എവരിത്തൻ. ഗൈസ് നമുക്ക് 6 പോയിൻ്റ്, അവന്മാർക്ക് 6 പോയിൻ്റ്. നമുക്ക് മേളിൽ പോയി നിൽക്കാം, ആണ് നല്ലത്. മേളിൽ പോയി നിൽക്കുവാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറയാം. സോ മേളിൽ പൊക്കോ, ഗോ ഗൈസ്. പിന്നെ ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലും ഫ്രീ ഫയറിൻ്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ അത് നിങ്ങൾ വലിയ കാര്യമാക്കണ്ട, ഞാൻ ഇനി വേറെ വീഡിയോസ് അപ്ലോഡ് ചെയ്തോളാം. അത് പറഞ്ഞപ്പോൾ ആലോചിച്ചാൽ ഞാൻ മറന്നുപോയി, ബേബിനെല്ലോ തീർത്തിട്ടില്ലല്ലോ നമ്മൾ. ഞാൻ മറന്നുപോയി, സോറി. സീസൺ തൊട്ട് ഞാൻ ബേബിനെല്ലോ ആയിരിക്കും തീർക്കുന്നത്. അതെ, ഒരുത്തിന് അവിടെ സ്പോൺ ആയിട്ടുണ്ട്. സോ സീസൺ തൊട്ട് ഞാൻ ബേബിനെല്ലോടെ വീഡിയോ ആയിരിക്കും ഇടാൻ പോണേ. അത് കുറേ ഇതുണ്ട് ഗൈസ്. ഞാൻ പണ്ടൊക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടായിരുന്നു ഈ ഇതിൻ്റെ ബേബിനെല്ലോ തീർക്കുന്നത്. അതിൻ്റെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഞാനിതിൽ എലിമിനേറ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ. 48-60 പോയിൻ്റ്. ഞാനിതിൽ AWM എടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എന്തെടുക്കും,
നമുക്ക് ഏതെടുക്കും? G36 എടുക്കാം. ഓക്കെ, വരുമെന്ന് നമുക്ക് ഏതായാലും പോവാം. നമ്മൾ പോകുമ്പോൾ നമ്മൾ ഉടനെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എനിമീസ് അവിടെ നിന്ന് നമ്മളെ അടിക്കും. അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓടിക്കോ, അയ്യോ എന്നെ അടിച്ചു കൊല്ലാൻ വരണേ, ഇങ്ങനെ പറഞ്ഞു ഒരിക്കലും ആരും ഓടരുത്.